ഭരണകേന്ദ്രമായ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വിരൽത്തുമ്പിന് താഴെ തമ്പാനൂരിലെ അഴുക്കുചാലിൽ അഴുക്കുമാറ്റാനിറങ്ങിയ കരാർ തൊഴിലാളിയുടെ ജീവന് വേണ്ടിയുള്ള അന്വേഷണം 2 ദിവസത്തോളം നീണ്ടുനിന്നിരുന്നു. ഈ സംഭവം ദൃശ്യമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാവിഷയമായിരുന്നു. ജോയിയുടെ മരണവാർത്ത കേരളത്തെ ഒന്നടങ്കം നൊമ്പരപ്പെടുത്തി. ദൃശ്യമാധ്യമങ്ങൾക്ക് ഇത് വെറുമൊരു വാർത്ത മാത്രമായിരിക്കും. പക്ഷേ ജോയിയുടെ മരണത്തിലൂടെ നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. ആ കുടുംബത്തിന് ഇതൊരു തീരാ കണ്ണീരായിരിക്കും. ജോയിയുടെ മരണശേഷം സർക്കാർ അനുകമ്പയെന്നോണം ലക്ഷങ്ങൾ പാരിതോഷികമായി നൽകിയേക്കാം. പക്ഷേ അതുകൊണ്ട് ജോയിയുടെ ജീവന് വിലയിടാൻ ആവില്ല. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കാണാൻ എന്തു ഭംഗിയാണ് അല്ലേ? അവർ നല്ല വസ്ത്രരീതിയിലും അവരുടേതായ വ്യക്തിത്വം എല്ലാം കൊണ്ടും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട്. രാഷ്ട്രീയക്കാർ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതിന്റെ ആഘാതമേൽക്കേണ്ടി വരുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്. രാഷ്ട്രീയക്കാരുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവയ്ക്കൊരു കുറവും ഉണ്ടാവില്ല. നല്ല വെള്ള വസ്ത്രത്തിൽ ഒരു ചുളിവ് പോലും ഇല്ലാതെയാണ് അവർ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കേരളത്തെ എല്ലാവിധത്തിലും മലിനമാക്കുന്നവർ എത്ര മാന്യമായിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ? മാലിന്യ കൂമ്പാരങ്ങളുടെ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ നദികളും തോടുകളും ശുദ്ധജല തടാകങ്ങളും. വരാനിരിക്കുന്ന കേരളത്തിലെ നദികളുടെ പതിപ്പായി തമ്പാനൂരിലെ നദീതടാകത്തെ നമുക്ക് കാണാം. മലയാളികളോളം വൃത്തികെട്ടവർ ഇല്ലെന്ന് ഈ മാലിന്യ കൂമ്പാരങ്ങളിലൂടെ വ്യക്തമാണ്. കാരണം നമ്മുടെ കേരളത്തെ മലിനമാക്കുന്നത് മറ്റാരുമല്ല, മലയാളികൾ തന്നെയാണ്. വിദ്യാസമ്പന്നരുടെയും പ്രബുദ്ധരുടെയും നാടായ കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ മലിനമാകുന്നത്? പരിസ്ഥിതി സംരക്ഷകരെന്നും മാന്യരെന്നും ഭാവം കാണിച്ചു നടക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ പൂർണ്ണമായി നടപ്പാക്കുന്നില്ല? കേരളത്തിൽ ശരിയായ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നില്ല എന്നതാണ് സത്യം. കേരളത്തിന്റെ 4 കോണിലും മാലിന്യങ്ങൾ കൊണ്ടും പുകപടലങ്ങൾ കൊണ്ടും നിറച്ചവർ ഇന്നും ധൈര്യമായി നടക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ നദികളും തോടുകളും ശുദ്ധജലാശയങ്ങളും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്നതിൽ ഒരു വേദനയുമുണ്ടെന്ന് തോന്നുന്നില്ല. വസ്ത്രശുദ്ധിയുടെയും താമസസ്ഥല ശുദ്ധിയുടെയും പേരിൽ അഭിമാനിക്കുകയും വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാമന്മാരാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്ന മലയാളികൾക്ക് കേരളം ഇങ്ങനെ മാലിന്യ കൂമ്പാരങ്ങളായി മാറിക്കിടക്കുന്നത് കാണുമ്പോൾ നാണം തോന്നാറില്ല. ആലപ്പുഴയിലെ കനാലുകളും കൊച്ചിയിലെ വൻ നഗരങ്ങളിലെ ഓടകളും കനാലുകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴുക്കുചാലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളുടെ കക്കൂസ് മാലിന്യങ്ങളടക്കം ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ നിക്ഷേപ കേന്ദ്രമാണ് നമ്മുടെ കേരളത്തിലെ ജലാശയങ്ങളും നദികളും തോടുകളുമെല്ലാം. തമ്പാനൂരിൽ ഉണ്ടായതുപോലെയുള്ള അപകടം ഇനിയും കേരളത്തിൽ ഉണ്ടാകരുത്. അതിന് നമ്മുടെ പ്രമുഖർ തന്നെ മുന്നിട്ടിറങ്ങണം. രാഷ്ട്രീയ പ്രമുഖർ ഇനി ചെയ്യേണ്ടത് തമ്പാനൂരിലെ മാലിന്യശാലയിൽ ജീവൻ ബലികഴിച്ച ജോയിയുടെ സ്മരണയ്ക്കായി കേരളത്തെ മാലിന്യ വിമുക്തമാക്കുക എന്നത് മാത്രമാണ്. ഇതുപോലുള്ള മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങേണ്ടി വരികയും ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഗതികേട് ഇനി ഒരു മലയാളിക്കും ഉണ്ടാവാതിരിക്കട്ടെ. തൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരു ദിവസത്തെ ആഹാരത്തിനായുള്ള 1500 രൂപയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനും ഇറങ്ങാനില്ലാത്തിടത്ത് ജോയി ഇറങ്ങി. ജോയി എന്ന സാധാരണക്കാരന്റെ ഓർമ്മ ഒരു മാലിന്യവിമുക്ത കേരളം സൃഷ്ടിച്ചുകൊണ്ട് നിലനിർത്താൻ പിണറായി സർക്കാരിന് കഴിയട്ടെ. ജോയിയുടെ മരണം വ്യക്തമാക്കുന്നത് രാഷ്ട്രീയക്കാരുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമില്ലായ്മയാണ്. സർക്കാർ ആദ്യം ചെയ്യേണ്ടത് തൊഴിലറിയാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിച്ചുവിടുക എന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സഹകരണ ബാങ്കുകളെയും പ്രസ്ഥാനങ്ങളെയും കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും കുടുംബത്തിനും പാർട്ടിക്കും വേണ്ടി മാത്രം സ്വത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല തൊഴിലെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണം. കേരളത്തെ മാലിന്യവിമുക്തമാക്കുക, ഇനിയും ഇതുപോലുള്ള ജോയിമാരെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള ആവശ്യം.